തനിക്കും കുടുംബത്തിനുമെതിരെ കടുത്ത ഭാഷയിൽ അധിക്ഷേപം നടത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് രാഷ്ട്രീയ ചിന്തകനായ സണ്ണി എം കബിക്കാട്. ദലിത് ക്രൈസ്തവനായ സണ്ണി എം കബിക്കാട് ജോലി കിട്ടാനായി ഹിന്ദുമതത്തിൽ ചേർന്നയാളാണെന്നും ഇദ്ദേഹത്തെ സംവരണ സീറ്റിൽ നിർത്തിയാൽ കേസാകുമെന്നും അടക്കമുള്ള അധിക്ഷേപങ്ങൾ അടങ്ങുന്ന കുറിപ്പായിരുന്നു അജയ് തറയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ അജയ് തറയിലിന്റെ കുറിപ്പിനെക്കുറിച്ചും അനുകൂലിച്ചും അതിനെ പ്രതികൂലിച്ചും വലിയ ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സണ്ണി എം കബിക്കാട് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതോടെ വിഷയം കുറേക്കൂടെ ഗൗരവമേറിയതായി മാറുകയാണ്. സണ്ണി എം കബിക്കാടിനെ ഇത്ര രൂക്ഷമായി അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? കാണാം RDX റാപ്പ്. രാഷ്ട്രീയ ചിന്തകൻ സണ്ണി എം കബിക്കാട് വൈക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകും എന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വലിയ വാർത്തയായിരുന്നു. എന്നാൽ തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് പട്ടിക വന്നപ്പോൾ വൈക്കത്ത് കബിക്കാടിന്റെ പേരില്ല. ഇതോടെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു പറ്റിച്ചെന്നടക്കം സണ്ണി എം കബിക്കാട് തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ സണ്ണി എം കബിക്കാടിനെതിരെ ഗുരുതരമായ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. സംഭവം വിവാദമായതോടുകൂടി ഫേസ്ബുക്കിലൂടെ നടത്തിയ അധിക്ഷേപക്കുറിപ്പ് അദ്ദേഹം പിൻവലിച്ചെങ്കിലും നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സണ്ണി എം കബിക്കാട്. കബിക്കാട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമായതോടുകൂടി അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും രാഷ്ട്രീയ വിവാദമായി ഉയരുകയാണ്. ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് സണ്ണി എം കബിക്കാട്. LICയിൽ ജോലി കിട്ടാനാണ് മതപരിവർത്തനം നടത്തി ഹിന്ദുമതത്തിലെത്തിയത് എന്നടക്കം നീളുന്നു കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപങ്ങൾ. അജയ് തറയിലിനെ വ്യക്തിപരമായി അറിയില്ലെന്ന് പറഞ്ഞ കബിക്കാട് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണോ KPCCക്ക് എന്നും ചോദിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം ചിലത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച കബിക്കാട് LICയിൽ ജോലി കിട്ടാനാണ് മതപരിവർത്തനം നടത്തിയത് എന്നായിരുന്നു അതിലുള്ള ഒരു വാചകം. ഇദ്ദേഹം ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാലും ഇലക്ഷൻ കേസ് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക സഹായം കിട്ടാനാണ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നത്. MM പൈലി എന്നയാൾ ദലിത് പ്രവർത്തകനായപ്പോൾ സണ്ണി എം കബിക്കാടായി മാറി. UDF ജയിക്കും എന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാകാൻ സ്വയം തീരുമാനിച്ചത്. തോൽക്കുമെന്ന് ഉറപ്പായിട്ടും പണം അടിച്ചു മാറ്റാനായിരുന്നു ഇദ്ദേഹത്തിന്റെ ശ്രമം. സീറ്റ് ലഭിക്കാത്തതോടെ സണ്ണി എം കബിക്കാട് VD സതീശനെ അടക്കം കുറ്റപ്പെടുത്തിയിരുന്നു. 18 സംഘടനകളുടെ യോഗത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി VD സതീശൻ പ്രഖ്യാപിച്ചു എന്നൊക്കെയായിരുന്നു അന്ന് സണ്ണി എം കബിക്കാട് പറഞ്ഞിരുന്നത്. ന്യൂസ് മലയാളത്തോട് തന്നെയും പ്രതികരിച്ചിരുന്നു അദ്ദേഹം. സീറ്റ് നിഷേധിച്ചത് RSS സമ്മർദ്ദം മൂലമെന്നായിരുന്നു കബിക്കാടിന്റെ അന്നത്തെ ആക്ഷേപം. എന്നാൽ സണ്ണി എം കബിക്കാടിന് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടേ ഇല്ല എന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തുടർ പ്രതികരണമായി ഉണ്ടായിരുന്നത്. ഒന്ന് രണ്ട് പ്രസ്താവനകൾ കൂടെ ഉണ്ട് അല്ലേ? അതുകൂടെ കാണാം. കുറച്ച് പ്രതികരണങ്ങൾ കൂടി അത് കാണാം നമുക്ക്. അയാൾ മനുഷ്യനാണെങ്കിൽ ഖേദം പ്രകടിപ്പിക്കണം. ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് പറയാം. മനുഷ്യനല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല അയാൾ ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് ഖേദമല്ല ആവശ്യം. ഇന്ത്യക്കകത്തൊരു നിയമവും ഭരണഘടനയുമുണ്ട്. അത് പാലിക്കാത്തവനെതിരെ നിയമ നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് ചോദിക്കാം. മാപ്പ് ചോദിച്ചാൽ ഞാൻ നിയമ നടപടിയെക്കുറിച്ച് പുനഃപരിശോധിക്കും. ഒറ്റ കാര്യം കൂടി, എന്തൊരു മോശമായിരുന്നു ഇക്കാര്യം. ഇത്രയധികം ഈ സീനിലേ ഇല്ലാത്ത ഒരു അജയ് തറയിൽ വരുന്നു, എന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങ് അധിക്ഷേപിക്കുന്നു. ഈ തരത്തിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്താണ് തോന്നുന്നത്? ഇതിപ്പോൾ നമുക്ക് ഈ സംഭവത്തെ മാത്രമായിട്ട് പരിശോധിക്കാം ശ്യാമിലി, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു മാറ്റത്തിൻ്റെ ഒരു സൂചനയായിട്ടും കാണാം. അതായത് ഇതൊരു നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശരിയല്ലാത്ത ചില രാഷ്ട്രീയ സംഗതികളുടെ സൂചനകൾ കൂടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഒരുപാട് മുമ്പുള്ള കാലത്ത് രാഷ്ട്രീയമായിട്ട് ജാതി മതം ഒക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു 10-30 കൊല്ലം ഒക്കെ ആയിട്ട് കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ആളുകളെ ജാത്യമായിട്ട് അധിക്ഷേപിക്കുക, വല്ലാത്ത തോതിൽ വ്യക്തിപരമായിട്ട് കാരണമില്ലാതെ അധിക്ഷേപിക്കുക എന്നതൊന്നും അങ്ങനെ വിലപ്പോവില്ലായിരുന്നു. വല്ലാത്ത എതിർക്കപ്പെടുമായിരുന്നു.
ഇത് പക്ഷേ ഇവിടെ അതൊക്കെ ആകാം എന്നൊരു നില വന്നെത്തിയിരിക്കുന്നോ എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇതുണ്ടായത്. ഇതിപ്പോൾ സണ്ണി എം കവിക്കാട് എന്ന് വെച്ചാൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചിന്തകനാണ് നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ. അത് അദ്ദേഹം ആ പദവി നേടിയെടുത്തത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നിട്ടേ അല്ല. അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തോടും യോജിപ്പുള്ള ആളല്ല ഈ പറയുന്ന ഞാൻ. എന്നിട്ടും ഞാൻ പറയുന്നത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചിന്തകനാണ് സണ്ണി എം കവിക്കാട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം എഴുതുന്നത് വായിക്കാനും അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കാനും സമയം കിട്ടുമ്പോഴൊക്കെ സമയം കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ. അദ്ദേഹം ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? കോൺഗ്രസ്, CPIM, CPI, ലീഗ്, ഈ BJP തുടങ്ങിയവയാണല്ലോ. ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം വരെയും ഒരു അടുപ്പവുമില്ലാതിരുന്ന ഒരാളാണ്. അത് ഈ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്നിട്ട്, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നത് മോശമാണെന്നുള്ള അർത്ഥത്തിലേ അല്ല, ഞാനങ്ങനെ കണക്കാക്കുന്ന ആളെയല്ല. പക്ഷേ പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളിൽ പ്രസംഗിച്ചിട്ടൊന്നുമല്ല സണ്ണി എം കവിക്കാട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ മാത്രം പ്രകടിപ്പിച്ചിട്ടല്ല സണ്ണി എം കവിക്കാട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള സമൂഹത്തിലുള്ള സ്ഥാനം നേടുന്നത്. അദ്ദേഹം ഒറ്റക്ക് നിന്നിട്ടും വളരെ ചെറിയ ഒരു പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും കേരളത്തിൽ പ്രബലമായിരിക്കുന്ന രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ടുമാണ്. അത് നമ്മൾ കാണണം. അങ്ങനെ ഉണ്ടാക്കിയ പേരാണ് അജയ് തറയിൽ എന്ന നേതാവിനെ നിങ്ങൾക്ക് കോൺഗ്രസിനോട് ചേർത്തിട്ടേ ആലോചിക്കാൻ പറ്റൂ. അതൊന്നും തെറ്റായ കാര്യമല്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ബുദ്ധിജീവികളെക്കാൾ സവിശേഷമായിട്ടുള്ള സ്ഥാനം സമൂഹത്തിലുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ സണ്ണി എം കവിക്കാടിന് അദ്ദേഹം സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു അക്കാഡമികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ടാക്കിയ സവിശേഷതയാർന്നൊരു സ്ഥാനം കേരളത്തിലുണ്ട്. അത് അജയ് തറയിൽ അറിയില്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് അധിക്ഷേപിക്കാം എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സണ്ണി എം കവിക്കാട് പക്ഷേ ഒരു രാഷ്ട്രീയ പക്ഷത്തോട് ചായ്വ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാനിതാ കോൺഗ്രസിൻ്റെ ആളാണ്, എനിക്ക് കോൺഗ്രസിൻ്റെ ആളാകാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചായിട്ട് നമ്മൾ കാണുന്നു. ഇനി മുതൽ നമ്മൾ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണുക. അതിൽ സംശയമൊന്നുമില്ല, അതിൽ തെറ്റായ കാര്യമില്ല. അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു സീറ്റെന്ന് അദ്ദേഹവും വാഗ്ദാനം ചെയ്തിരുന്നില്ല, ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്, പരിഗണിക്കാമെന്ന് താൻ പറഞ്ഞു എന്ന് VD സതീശനും പറയുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനാകുന്നതേ ഉള്ളൂ. അത് രണ്ടുപേരും എന്തെങ്കിലും തെറ്റ് പറഞ്ഞു എന്നോ രണ്ടുപേരും എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നോ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പോലത്തെ ഒരു സമയത്ത് സീറ്റിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നില്ലാത്ത ഒരാൾ, സ്വതന്ത്രനായിട്ടുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. അത് അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് അവർ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ വിവാദത്തെ വളർത്താൻ രണ്ടുപേരും തയ്യാറായില്ല. VD സതീശനക്കാരും പറഞ്ഞു, ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിനത് പറയേണ്ട സാഹചര്യമുണ്ട്. ഞാൻ വാഗ്ദാനം കൊടുത്ത ഒരാളെ പറ്റിച്ചു, പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ ചിന്തകനെ, സജീവ രാഷ്ട്രീയ പ്രവർത്തനമില്ലാത്ത ഒരാളെ, ഒരു അക്കാഡമിക്കിനെ നമ്മൾ അങ്ങനെ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു എന്നൊരു കാര്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു മോശം ബ്ലാക്ക് മാർക്കാണ്. അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ എതിർത്തില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനെ എന്തെങ്കിലും വലിയ തോതിൽ നിഷേധിച്ചിട്ടില്ല. പിന്നെ സണ്ണി എം കവിക്കാട് അദ്ദേഹം പറഞ്ഞത്, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടുതലായിട്ട് ഉറച്ചു നിൽക്കുന്നില്ല, എനിക്കത് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഡൈല്യൂട്ട് ചെയ്യാനാണ് രണ്ട് ഭാഗത്തും ശ്രമിച്ചത്. എന്തായാലും സീറ്റില്ല, അതുകൊണ്ട് വലിയ കലാപം ഉണ്ടായിക്കളയാമെന്നൊന്നും സണ്ണി എം കവിക്കാടും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രശ്നം അവിടെ തീരേണ്ടതാണ്. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടാകും. സതീശനത് പറഞ്ഞു. കെ മുരളീധരൻ എൻ്റെ ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്, എൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കെ മുരളീധരൻ പറഞ്ഞത്. അതായത് അദ്ദേഹം നെഹ്റുവിനെതിരെ പോലും വർത്തമാനം പറയുന്ന ആളാണ്, ഗാന്ധിക്കെതിരെ പോലും വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് അതൊരു പരാതിയായിട്ട് വൈക്കത്തെ കോൺഗ്രസ്സുകാർ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി, അതായത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ രാഷ്ട്രീയമായ കാരണങ്ങൾ, ശരിയോ തെറ്റോ, അത് നിങ്ങൾ നിൽക്കുന്ന ആംഗിളിനനുസരിച്ച് നിങ്ങൾക്ക് മാറി വരും. പക്ഷേ ശരിയോ തെറ്റോ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാരണങ്ങളുണ്ടായിരുന്നു, പാർട്ടിക്ക് അവരത് കൊടുത്തില്ല, ഓക്കെ, അത് മനസ്സിലാക്കബിളാണ്. പക്ഷേ അജയ് തറയിൽ എവിടെ നിന്നോ വന്നിട്ട് ചീത്ത വിളിക്കുകയാണ്, അനാവശ്യമായ കാര്യങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ് വ്യക്തിപരമായിട്ട്. ഇന്നിപ്പം സണ്ണി എം കവിക്കാട് തന്നെയും പറഞ്ഞു, ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് വരെ തെറ്റിച്ചിട്ടാണ് പറഞ്ഞത്, എനിക്കറിയില്ല ആളുകളെ എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ രാഷ്ട്രീയം, പുറമെ കാണുന്ന ഈ പ്രകടമായ രാഷ്ട്രീയമല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇതിനൊരു വ്യക്തതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സണ്ണി എം കവിക്കാട് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന കാലത്ത് അന്നുണ്ടായിരുന്നൊരു വിവാദമുണ്ട്. കുറേ കാലം മുമ്പ് സണ്ണി കവിക്കാട് എന്ന് പറയുന്നൊരു ദളിത് എഴുത്തുകാരനും രാഷ്ട്രീയ ചിന്തകനും ഒക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമുണ്ട്. സണ്ണി കവിക്കാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പേര് സണ്ണി കവിക്കാട് എന്നാണ്. രണ്ടും ഇടയിൽ എം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പേര് സംബന്ധിച്ചൊരു കൺഫ്യൂഷനും, അതിൽ ചില ആളുകൾക്ക് അദ്ദേഹത്തിന് അങ്ങോട്ടും ഒക്കെ ആയിട്ട് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ എനിക്ക് ഒന്നുകൂടെ നോക്കിയാലേ അറിയൂ. പക്ഷേ എന്തായാലും അവിടെ ഒരു കാലുഷ്യം, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്നത് വെച്ചാൽ മറ്റേ സണ്ണി കവിക്കാടിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ആരൊക്കെയോ ചേർന്ന് അങ്ങേയറ്റം കലുഷിതമാക്കിയിട്ട് ഈ അജയ് തറയിലെ തലയിൽ അടിച്ചു വെച്ചിരിക്കുന്നത്, അജയ് തറയിൽ അതുപോലെ എടുത്ത് വെച്ച് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ പേരൊക്കെ മാറിപ്പോയി എന്ന് പറഞ്ഞാലും ഒരാൾ തോൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മണ്ഡലത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അജയ് തറയിൽ. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വൈക്കം പോലെ തോൽക്കാനുള്ളൊരു മണ്ഡലത്തിലേക്ക് ഇങ്ങനെ വരേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചത്. തോൽക്കാനുള്ള മണ്ഡലം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അവിടെ തോൽക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു.
പിന്നെ ഇദ്ദേഹം പണം അടിച്ചു മാറ്റാനാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നിർത്താൻ സമയമായി. അതായത് അങ്ങേയറ്റം മോശമായ കാര്യം, ഏതെങ്കിലും സമീപകാലത്ത് ഒരു കോൺഗ്രസ് നേതാവ് ഒരു വ്യക്തിക്കെതിരെ, ഒരു ബഹുമാന്യ വ്യക്തിത്വത്തിനെതിരെ ഇമാതിരി വർത്തമാനം പറഞ്ഞിട്ടില്ല. സത്യത്തിൽ കോൺഗ്രസ് ഉടനടി ഇടപെടേണ്ടതാണ്. സീറ്റൊന്നും നിങ്ങൾ കൊടുക്കേണ്ട, പക്ഷേ നിങ്ങൾ ഇമാതിരി വർത്തമാനം പറഞ്ഞ മോശമായി പോയി കേട്ടോ എന്ത് സണ്ണിയം കവിക്കാടിനോട് പറയേണ്ടത് എന്ന് മാത്രമല്ല, ഒരു വരി കൂടെ പറയട്ടെ. അതായത് കോൺഗ്രസിനോട് ജനാധിപത്യ പാർട്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് അടുക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ബുദ്ധിജീവികളും കൊള്ളാവുന്ന ആളുകളുമായിട്ടുള്ള സാംസ്കാരിക നായർക്ക് ഈ കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള ചിത്രമല്ല. കോൺഗ്രസിനെ പറ്റി പൊതുജനത്തിൻ്റെ മനസ്സിലാകെ ഉണ്ടാക്കുക എന്ന് ആ നേതൃത്വം മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് സമയക്കുറവുണ്ട് നമുക്കും. ഇതിനോട് ചേർക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് വി.ഡി. സതീശിനിടയിലും കവിക്കാടിനിടയിലും ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. അതിൽ സീറ്റ് വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടുപേരും പരസ്പര വിരുദ്ധമായി അല്ലെങ്കിൽ ചേർന്ന് പോകാത്ത ഉത്തരങ്ങൾ പറയുന്നതുകൊണ്ട് നമുക്കതിലേക്ക് ഒരു നിഗമനത്തിലേക്ക് നിലവിൽ എത്തിച്ചേരാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് അത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും സ്വാഭാവികമായും അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു സംഭാഷണത്തിലേക്കെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടാവുക. സ്വാഭാവികമായും ആ പരിഗണന കിട്ടാത്ത ഒരാളാണ് അജയ് തറയിൽ നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം അസംതൃപ്തിയിലാണ് അജയ് തറയിലിനെ കൊണ്ട് ഈ തരത്തിൽ കാലുഷ്യമായ ഇത്രയധികം അധിക്ഷേപമായ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് വ്യക്തി അധിക്ഷേപം എന്നുള്ളത്. അതൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ പ്രവർത്തിക്കുന്ന ഏതൊരു നേതാവിനും അത് ഭൂഷണമല്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് അസംതൃപ്തിയുടെ ഭാഗമായി അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുതരം പകയുടേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില വാക്കുകളും പ്രയോഗങ്ങളും അടക്കമുള്ള ഈ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആധാരമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലും ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ നീതികേട് എന്ന് പറയുന്ന പോലെ ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും ചെറിയ പെട്. ഇലയിട്ട് ചോറില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും അതിലൊരു വലിയ വിവാദത്തിന് ശ്രമിക്കാതെ ചിലപ്പോൾ എനിക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നൊരു ആനുകൂല്യം പോലും, ആ തരത്തെ ആനുകൂല്യമല്ല, അതിനെ അത്രയധികം ലൈറ്റായിട്ട് എങ്കിൽ പോലും തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം പറയുക എന്ന് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അത്ര ലൈറ്റായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തതുകൊണ്ട് ആർക്കും ബാധിക്കാത്ത രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോയ ഒരാളെ ഈ തരത്തിൽ അധിക്ഷേപിക്കേണ്ടിയിരുന്നില്ല. അത് പരിശോധിക്കേണ്ടതാണ്. അത് കോൺഗ്രസ് എത്രയും പെട്ടെന്ന് അതിൽ ഇടപെടണം. അദ്ദേഹം ചോദിക്കുകയും ചെയ്തതാണ്, ഇത് തന്നെയാണോ കോൺഗ്രസിൻ്റെ KPCCയുടെ നിലപാട് എന്നുള്ളത് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു മറുപടി സത്യത്തിൽ അദ്ദേഹം അർഹിക്കുന്നു. നിശ്ചയമായിട്ട്. ഇപ്പോൾ നേരത്തെ ശ്യാമിൽ പറഞ്ഞല്ലോ ഒരു കാര്യം കൊണ്ടുണ്ട്. അതായത് ശ്യാമിൽ പറഞ്ഞല്ലോ, അതായത് ഈ അദ്ദേഹത്തെ അജയ് തറയിലെ സ്വന്തം നിലക്ക് എന്തോ വലിയ സീറ്റ് കിട്ടാത്തലോ പരിഗണിക്കാത്തലോ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ കലിപ്പ് കൂടെ തീർത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ഫാദർ സിനിമയിൽ ഈ ഇന്നസെൻറ്റിന് സ്വന്തം അച്ഛനായിട്ടുള്ള NN പിള്ളയെ അടിക്കാൻ വയ്യ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഭീമൻ രഘുവിന് ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്ന് വെച്ചാൽ NN പിള്ളയെ അടിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഭീമൻ രഘുവിന് അടിച്ച പോലത്തെ ഒരു പരിപാടിയാണ് അജയ് തറയിൽ ചെയ്തതെങ്കിൽ തിരിച്ച് നല്ലവണ്ണം ഭീമൻ്റെ ഇന്നസെൻറ്റിനും കിട്ടും എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ഇതിപ്പോൾ പല അദ്ദേഹത്തോടൊപ്പം, അതായത് സണ്ണി കവിക്കാടിനൊപ്പമുള്ള വളരെ വലിയ പ്രധാനപ്പെട്ട ദളിത് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകരെല്ലാം തന്നെയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു വലിയ തോതിൽ അജയ് തറയിലിനെ എതിർക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ശരി. കേരളം അംഗീകരിച്ച രാഷ്ട്രീയ ചിന്തകനും ദളിത് ആക്ടിവിസ്റ്റുമാണ് സണ്ണി M കബിക്കാട്. അതേ ഘട്ടത്തിൽ തന്നെ തന്റെ കോൺഗ്രസ് ആഭിമുഖ്യം തുറന്നു പറഞ്ഞയാളുമാണ് അദ്ദേഹം. വാഗ്ദാനം ചെയ്ത സീറ്റ് കോൺഗ്രസ് സണ്ണി M കബിക്കാടിന് നൽകാതിരുന്നതിനെ വിമർശിച്ച് ചർച്ചകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. സണ്ണി M കബിക്കാട് പാർലമെന്ററി വാഗ്ദാനങ്ങളുടെ വലയിൽ കുരുങ്ങരുതായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥിയാക്കാത്തത് RSSന് വേണ്ടിയാണെന്ന് സണ്ണി M കബിക്കാട് പരാതി പറഞ്ഞെന്നും നമ്മൾ കേട്ടു. പക്ഷേ നിലവിൽ അതല്ല വിഷയം. സ്ഥാനാർത്ഥി വാഗ്ദാനം ലഭിച്ചിട്ടും പട്ടികയിൽ ഇടം കിട്ടാതെ പോയ ധാരാളം പേർ കോൺഗ്രസിലും പുറത്തുമുണ്ട്. അവരിൽ പലരും അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരാളും ഇത്ര രൂക്ഷമായ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട് സണ്ണി M കബിക്കാടിനോട് മാത്രം ഈ മട്ടിലെ ഭാഷ എന്ന് കേരളം ചോദിക്കുക തന്നെ ചെയ്യും.